CPM CPI പോര് പുതിയ തലത്തിലേക്ക്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിലെ അവഗണനയ്ക്കെതിരെ മുന്നണി ബന്ധം തന്നെ ഉലയ്ക്കുന്ന കടുത്ത തീരുമാനങ്ങളിലേക്കാണ് CPI നീങ്ങുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാനും സെപ്റ്റംബറിലെ LDF യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധം പരസ്യമാക്കാനുമാണ് CPI നീക്കം. അങ്ങനെ ശ്യാമപ്രസാദ് വിവരങ്ങൾ നൽകും. ശ്യാമേ, അപ്പോൾ ഈ പുതിയ സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റതിന് ശേഷം ഉപപ്രതിപക്ഷ സ്ഥാനം ആർക്ക് എന്നുള്ള കാര്യത്തിൽ ആ മുന്നണിയിൽ വലിയ പോരാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ മാസപ്പടി കേസുണ്ട്, ഈ EDA CPM ക്രിമിനലുകൾ ആക്രമിച്ച കേസുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു സൈഡിൽ CPM പ്രതിരോധത്തിലായി നിൽക്കുമ്പോൾ അതിനിടയ്ക്കാണ് CPIയുടെ ഈ ഒരു ഈ ഒരു പോര് നടക്കുന്നത് അല്ലേ? അപ്പം മൊത്തത്തിൽ പ്രതിരോധത്തിലാണ് CPM. ഈ മുന്നണിപ്പോര് എങ്ങോട്ടാണ് നീങ്ങുന്നത്? എന്തിൽ കലാശിക്കും? ഇനി മുന്നണിയെങ്ങാനും വിടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ശ്യാമേ? രാഖി ആതിര, എന്തായാലും CPM CPI പോലെ പുതിയ തലത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലെല്ലാം തന്നെ പ്രധാനമായും ഇത്തരത്തിൽ ഉപനേതൃ പദവി വേണമെന്ന ആവശ്യം, അതായത് CPMൻ്റെ കേന്ദ്ര നേതാക്കളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കണമെന്ന് CPI ആവശ്യപ്പെടുകയും ചെയ്തു. CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ശക്തമായ വികാരമാണ് ഉയർന്നത്. അങ്ങനെ CPM കേന്ദ്ര നേതൃത്വത്തെ ഇക്കാര്യം ധരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയൻ നിലവിൽ ഇക്കാര്യത്തിൽ, അതായത് CPMൻ്റെ നേതാവ് കൂടിയായ പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു നിലപാട് എടുത്തുകൊണ്ട് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തത്. അതായത് CPMനകത്തു നിന്ന് തന്നെയായിരിക്കും ഉപനേതൃ പദവി ഉണ്ടാവുക എന്ന് മാധ്യമങ്ങൾക്ക് മുൻപാകെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത് CPI നേതൃത്വത്തെ നന്നേ ചൊടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വീണ്ടും കടുത്ത നടപടികളിലേക്ക് പോകാൻ തന്നെ CPI ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. CPIയുടെ സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ കൂടിയാലോചനകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടത്തിയിരുന്നു. സെക്രട്ടേറിയറ്റ് അംഗം സന്തോഷ് കുമാർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ കടുത്ത നിലപാടുകളിലേക്ക് പോകാൻ പാർട്ടിയെ സമ്മർദ്ദം ചെലുത്തുന്നു തന്നെയാണ് പറയുന്നത്. കൊല്ലത്തു നിന്നുള്ള നേതാക്കളടക്കം CPIക്കുള്ളിൽ വലിയ സമ്മർദ്ദമാണ് ഉയർത്തുന്നത്. അതായത് പ്രധാനമായും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ LDFൽ അല്ലെങ്കിൽ യോജിച്ചു പോകാനായിട്ടുള്ള ധാരണയായിരുന്നു. എന്നാൽ ആ സമയത്ത് യോജിച്ചു പോകാൻ ധാരണയിലെത്തിയ സമയത്ത് തന്നെയാണ് പിണറായി വിജയൻ വീണ്ടും നിലപാട് ആവർത്തിച്ചിരിക്കുന്നത്. അതായത് CPMൽ നിന്ന് തന്നെയായിരിക്കും ഉപനേതൃ പദവി ഉണ്ടാകുക എന്നുള്ള നിലപാട് ആവർത്തിക്കുകയും ചെയ്തത്. ഇതാണ് CPI നേതൃത്വത്തെ വീണ്ടും ചൊടിപ്പിച്ചിരിക്കുന്നത്. CPI നേതൃത്വം പറയുന്നത് പ്രധാനമായും ഒരു ധാരണയിലെത്തിയ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഒരു ധാരണയിലെത്തിയ ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ വീണ്ടും നിലപാട് കടുപ്പിച്ചിരിക്കുന്ന CPM നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയില്ല. ഇനി വരുന്ന അത് തന്നെയാണ് ശ്യാമേ. എന്തായാലും ഈ ഉപനേതൃ പദവി അത് ഇനി CPMന് തന്നെയാകുമോ? CPIയുടെ ആവശ്യം പരിഗണിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. മുന്നണിയിൽ ഇനി ആരൊക്കെ തുടരും എന്നുള്ളതും ഇതിനെ ആശ്രയിച്ചിരിക്കും അല്ലേ രാഖി? അതെ, തീർച്ചയായും.